എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് അവരാര് പറഞ്ഞിട്ട് വന്നവരാന്നാണ്. അല്ലെങ്കിൽ ഇവളെ കണ്ടിട്ട് അപ്പൊ തന്നെ തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തിലൊരു ആവശ്യമില്ലാണ്ട് ആരെയും തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും അത് ആലോചിച്ചു പപ്പ. ഇവളങ്ങനെ തട്ടിക്കൊണ്ടു പോകണേ എന്തിനു കാരണം ഉണ്ടാവണം. പറയാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടം പോലെ ശത്രുക്കളുള്ളതല്ലേ, അവരെല്ലാവരിലും ആയിരിക്കും. മോളെ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയില്ലേ, ഇനിയിപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അവരെ അന്വേഷിച്ചൊന്നും പോണ്ട, നല്ലൊരു ട്രിപ്പിന് വേണ്ടി വന്നാലേ നമ്മള്. എന്നാലും ഇതിന്റെ പിറകിൽ എന്തെങ്കിലും കാണില്ലേ ശ്രീ? സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരേണ്ടത്. പക്ഷെ ഇതിപ്പോ നമ്മൾ വേറെ സ്ഥലത്ത് ട്രിപ്പ് വന്നതല്ലേ, അപ്പോൾ അതറിഞ്ഞ് ആരെങ്കിലും പണിതാണെന്നാണ് എൻ്റെ ഒരു ഊഹം വച്ചിട്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ട്രിപ്പ് വെറുതെ കളയണ്ട. എന്തേലും ആവട്ടെ, നമുക്ക് നമ്മുടെ ട്രിപ്പ് എങ്ങനെയും ശരിയാക്കിയാൽ പോരെ. ഇത്രയും നല്ല ട്രിപ്പിന് വന്നിട്ട് ഓരോന്നൊക്കെ ആലോചിച്ച് വെറുതെ കൊളാക്കുന്നോ? കുറേ പേര് നമുക്ക് ശത്രുക്കൾ കാണുമല്ലോ, നമ്മളൊന്ന് മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. എന്തായാലും സാർസിച്ച് ഓക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നേ? അല്ല, പറഞ്ഞ പോലെ സാർസിച്ചിനെ കണ്ടില്ലല്ലോ. അവള് വന്നു കഴിഞ്ഞപ്പോൾ കിടക്കണം എന്ന് പറഞ്ഞ് കയറി കിടന്നതാ. പാവം, ശരിക്കും നല്ലോണം പേടിച്ചിട്ടുണ്ടാവും. ഇനി നീ ആളെ വിളിക്കാൻ പോണ്ട, കിടന്നുറങ്ങട്ടെ കുറച്ചു നേരം, ആ ഒരു ഷോക്ക് മാറട്ടെ. ഞങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്തത് തീർത്ഥാടന യാത്രയായിരുന്നു. പക്ഷെ നിങ്ങൾ കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ടാ പിന്നെ ഊട്ടിയാക്കിയത്. ഇനിയും നമ്മൾ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് നാളുള്ള ആഗ്രഹം ഗുരുവായൂർ അങ്ങനത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി തൊഴുകണമെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് നാളെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം മറ്റന്നാൾ പുറപ്പെട്ടാലോ ഇവിടുന്ന്. അതൊന്നും ഓർക്കണ്ട പപ്പ, ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞത് വെറുതെ, അല്ലാണ്ട് സീരിയസ് ആയിട്ട് എടുക്കാൻ മാത്രമൊന്നുമില്ല. പപ്പയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം. എല്ലാ കാര്യങ്ങളും നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോൾ ആ ഷോക്കിൽ എല്ലാവരും ഇരിക്കല്ലേ, അപ്പോൾ ഇതൊന്നും ഡിസ്കസ് ചെയ്യണ്ട. ഇപ്പോൾ നമുക്ക് നാളെ എല്ലാം സമാധാനത്തോടെ ഡിസ്കസ് ചെയ്യാം. അത് ശ്രീ പറഞ്ഞാൽ ശരിയാ. എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് കിടക്കാൻ നോക്ക്. ആ അപ്പാ, ഞങ്ങൾ കിടക്കാൻ പോവാം. അല്ല, പോവാൻ വരട്ടെ, എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. നമ്മുടെ ആരാധ്യ മോൾ എവിടെ പോയി? അവളെ കാണാനില്ലല്ലോ. അവള് സാരി എടുത്തിട്ടുണ്ട്, അവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാ. ആണോ? ഇപ്പോഴൊരു സമാധാനമായി. ഞാനോർത്തു ഇനി അതിനെ ആരെങ്കിലും പിടിച്ചോണ്ടോ പോയെന്ന്. ഒന്നും പറയാൻ പറ്റില്ല. എന്നാ ശരിയപ്പാ, ഞാൻ കിടക്കാൻ പോവാ. പാവം, അവന് ഒത്തിരി പേടിച്ചു പോയി. നമ്മുടെ മോൻ കുറേ മാറിപ്പോയി. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ കുട്ടി കാരണം അവനെ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കാണുന്ന പോലെ ചിരിച്ചൊന്നും കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ഓർത്തിട്ടില്ല. അവൻ അത്രയും ഇൻട്രോവേർട്ടായിരുന്നു. ഇൻട്രോവേർട്ട് മാത്രമല്ല, അവന് എന്താ ഒരു കോൾ ടൈപ്പായിരുന്നു. എല്ലാത്തിനും എൻ്റെ മോളാ കാരണം. ദൈവമേ, അവരൊരിക്കലും പിരിക്കരുത്. മോളെ സാറേ, മോളെ. എന്താ അമ്മ, എന്താ വിളിച്ചേ? മോളെ, അമ്മയ്ക്ക് ഭയങ്കര കാലുവേദന, മോളൊന്ന് കൂടെ നിൽക്കുമോ? അയ്യോ, എന്തു പറ്റി? ആ സാറില്ല, ഞാൻ അമ്മയോടൊപ്പം വന്ന് നിൽക്കാം, സഹായിക്കാം. പിന്നെ അത് കഴിഞ്ഞ് മരുന്നിട്ട് തരാം. മോള് ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് പോരെ കേട്ടോ, അമ്മയോടെ കാണാൻ. ആ അമ്മ ചെല്ല്. നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലടാ, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ജോലി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, അതാ തന്നെ വിളിച്ചത്. സാറാ, ഒന്നും വന്നേ. നീ ഓക്കെ ആണോ പോവാൻ? അതെന്താ അങ്ങനെ വെച്ച്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ പോണ്ട, നീ കുറച്ച് ടയേർഡായിരിക്കും. ഞാൻ ചെല്ലാം, ഞാൻ അമ്മനെ സഹായിച്ചോളാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല, എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പൊക്കോളാനേ, അമ്മേനെ സഹായിക്കാനല്ലേ, ഞാൻ പൊക്കോളാം. കേട്ടാ മതി, മര്യാദയ്ക്ക് ഇവിടെ കിടന്നു. ഞാൻ പണം തൊള്ളാന്ന് പറഞ്ഞല്ലേ, പിന്നെ നിനക്കെന്ന് ഇത്ര പ്രശ്നം? മര്യാദയ്ക്ക് അവിടെ കിടന്ന് ഉറങ്ങിക്കോളണം.
ശ്രീ, ഞാൻ വന്നു. ഇതെന്താ പതിവില്ലാണ്ട് എന്റെ മോൻ കിച്ചണിലേക്ക് ഒരു വരവ്? എന്താണ് തിന്നാൻ വേണ്ടി വന്നിരിക്കും, അല്ലാണ്ട് നിങ്ങളോട് വരാറില്ലല്ലോ. മാതാശ്രീ ഞാൻ കണ്ടുപിടിച്ചില്ലല്ലോ ശ്രീയെ, കഷ്ടായിപ്പോയി. ഞാൻ ശ്രീനെ സഹായിക്കാൻ വന്ന. നടക്കുന്ന വല്ല കാര്യം പറയട മോനെ. അതെന്താ, ഞാൻ പണിയെടുത്ത പണിയാവത്തില്ലേ? എന്റെ ഭാര്യനെ വിളിച്ചപ്പോ അവക്ക് വയ്യാന്ന് തോന്നിയോണ്ട് ഞാൻ അവളെ വിട്ടിട്ട് ഞാൻ വന്ന് പണിയാൻ പോയി. എന്നെ എടുത്ത് കൂടെ കളിക്കൊന്നും വേണ്ട, ഞാൻ അമേരിക്കയില് ഷെഫ്. ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനങ്ങ് വന്നിരുന്നാ പോലെ, നീ എല്ലാം ഉണ്ടാക്കിക്കോളൂല്ലോ അല്ലേ? എന്നെ സഹായിക്കാൻ വന്നില്ലേ? അപ്പൊ പിന്നെ നിന്റെ വക ആയിക്കോട്ടെ ഫുഡെല്ലാം സ്പെഷ്യലായിട്ട് ഇന്ന് മൊത്തം. ഓക്കെ. അപ്പോ ഇന്ന് ഈ ആയുഷ് പൊളിച്ചിരിക്കും. നിങ്ങളൊക്കെ പിന്നെ എനിക്ക് വേണ്ടി കൈ നീട്ടി വരും. ആദ്യം നീ ചെന്ന് ഉണ്ടാക്കട ചേർക്ക, എന്നിട്ട് പൊങ്ങച്ചൻ പറ. ചെല്ലി ഫുഡ് ഈസ് റെഡി. ആഹാ, ഇത്ര ഇവിടെ കഴിഞ്ഞു. എന്നാ നീ ഒന്ന് തന്നെ തിന്ന് നോക്കട്ടെ. ഓ എന്തോരം ഫുഡ് ഐറ്റംസാ. എന്റെ മോൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, എല്ലാരും കഴിച്ചു നോക്ക്, അന്നത്തെ അഭിപ്രായം പറ. അതെ കഴിച്ചു. It's so tasty. എന്നാ പിന്നെ ഞാനൊന്ന് കഴിച്ചോക്കട്ടെ. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോ ഇനി മുതൽ വേറെ ആരെയും കിച്ചണിൽ വെക്കണ്ട. ഇനി ഒരാഴ്ചത്തേക്ക് നമുക്ക് വേണ്ടിയുള്ള എല്ലാ ഫുഡ് ഉണ്ടാക്കുന്നതും ആയുഷായിരിക്കും. ശ്രീ, അപ്പ ഞങ്ങളൊന്ന് അമ്പലം വരെ പോവാണ്. ആണോ? നല്ല കാര്യം. എന്നാ നിങ്ങൾ പോയിട്ട് വാ, സന്തോഷമായിട്ട് പോയിട്ട് വാ. അതെ, സന്തോഷമായിട്ട് പോയിട്ട് വാ രണ്ടുപേരും. സാറാ, നീ അങ്ങോട്ട് പോരെ, ഞാൻ ആ കാറൊന്ന് തിരിച്ചിടണം, എന്നിട്ട് വരാം. ആ ഓക്കെ. സാറാ, നീ ഇവിടെ നിൽക്ക, ഞാൻ അവിടെ പാർക്കിങ്ങിൻ്റെ ഒന്ന് വണ്ടി എടുത്തിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കണേ, മായി പോരുത്. ആ ഞാൻ ഇവിടെ നിന്നോളാം, ചില്ല്. വാ സാറാ, വന്ന് കയറി. സാറാ,
എനിക്ക് എന്താണെന്നറിയില്ല, കുറേ നാളെ നീ എന്നെ വിട്ടുപോകുന്ന ചിന്ത വരാം. എന്നെ വിട്ടുപോകല്ലേ.